പുതുവർഷ പുലരിയിൽ ബംഗളൂരുവിൽ യുവതിയെ ഒരു കൂട്ടം പേർ ചേർന്ന് അപമാനിച്ച സംഭവത്തിൽ നടുക്കം രേഖപ്പെടുത്തി നടിയും അവതാരകയുമായ രഞ്ജിനി ഹരിദാസ്. ബംഗളൂരു പോലെ ഒരു അത്യാധുനിക നഗരത്തിൽ ഇത്തരം സംഭവം നടന്നത് തന്നെ ഞെട്ടിച്ചു എന്നും താഴെത്തട്ടിലുള്ള പോലീസുകാരിൽ പലർക്കും ഉന്നത വിദ്യാഭ്യാസമില്ലാത്തതും പ്രശ്നമാണെന്ന് രഞ്ജിനി പറഞ്ഞു. ഇത്തരം സംഭവങ്ങളെ അവർ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് എന്നും രഞ്ജിനി ആരോപിക്കുന്നു. ഒരിക്കൽ കണ്ണൂരിൽ വെച്ച് തനിക്ക് നേരിട്ട അനുഭവത്തെക്കുറിച്ചും രഞ്ജിനി പറയുന്നു. കണ്ണൂരിൽ മറഡോണ പങ്കെടുത്ത പരിപാടിക്ക് ശേഷം ഹോട്ടലിലേക്ക് മടങ്ങാൻ സമയത്ത് തനിക്ക് പോകേണ്ട വാഹനം വന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു സമയത്തേക്ക് ആൾക്കൂട്ടത്തിനിടയിൽ പെട്ടുപോയി. ഇതിനിടെ കുറെ പേർ മൊബൈലിൽ തന്നെ ഫോട്ടോ എടുക്കാൻ വന്നു. ഇതിൽ രണ്ടുപേർ തന്നെ തോണ്ടിയെന്ന് രഞ്ജിനി പറയുന്നു. രണ്ടുപേരെയും ഞാൻ കണ്ടു. ഒരാളുടെ തലയ്ക്കും മറ്റേയാളുടെ തോളിനും അടിച്ചു. പിന്നീട് സ്വകാര്യ FM ചാനലിന്റെ വാഹനമാണ് നടിയുടെ രക്ഷയ്ക്ക് എത്തിയത്. ഈ സംഭവം നടന്നപ്പോൾ പോലീസ് അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും അവർ ഒന്നും ചെയ്തില്ല. കാഴ്ച കണ്ടു നിൽക്കുകയായിരുന്നു. സംഭവത്തെ ക്രൗഡ് മെന്റാലിറ്റി എന്ന് പറഞ്ഞ് തള്ളിക്കളയാനാവില്ലെന്ന് രഞ്ജിനി പറയുന്നു. പ്രതികരിച്ചില്ലെങ്കിൽ ഇവരുടെ എണ്ണം കൂടും. തന്റെ ദേഹത്ത് അനാവശ്യമായി കൈവച്ചാൽ അടി ഉറപ്പാണെന്നും അവതാരക മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചു വരുമ്പോൾ ഒന്നും ചെയ്യാനാകില്ലെന്നും പരാതിയുമായി ചെല്ലുന്നവരോട് മോശമായാണ് പോലീസ് പലപ്പോഴും പെരുമാറുന്നത് എന്നും രഞ്ജിനി പറഞ്ഞു. പല സ്ത്രീകൾക്കും ഇത്തരം സംഭവത്തിൽ കേസ് കൊടുക്കാൻ പോലും അറിയില്ല എന്നും രഞ്ജിനി വ്യക്തമാക്കി. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.